ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 1 kg വെയിറ്റ് വരുന്ന ഒരു ചോക്ലേറ്റ് ട്രഫിളിൻ്റെ ഡെക്കറേറ്റിംഗ് വീഡിയോയുമായിട്ടാണ്. കേക്ക് ഞാൻ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്ക്വയർ കേക്കാണ്, 3 ലെയറാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. 10 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ബേസ് എടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒരു ക്രീം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ചു. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തു. അതിലേക്ക് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഗനാഷും ചോക്കോ ചിപ്സുമാണ് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയറിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ചോക്കോ ചിപ്സ് ചേർത്ത് അതിനുശേഷം ഇതുപോലെ തന്നെ 3 ലെയർ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 1 kg കൂടുതൽ, ഒരു 200 ഗ്രാംസൊക്കെ കൂടുതലായിരിക്കും. സ്ക്വയർ കേക്കിന് നമുക്ക് ചെയ്യാൻ ഏറ്റവും പാട് സ്ക്വയർ കേക്ക് ചെയ്യാനാണ്. എനിക്ക് ഈ കേക്ക് ഓർഡർ തന്നത് എൻ്റെ മോളുടെ ഫ്രണ്ട് ജിൻസിയാണ്. അവളുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാമേ. ഇപ്പം നമ്മൾ 3 ലെയറും വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആയതിന് ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ക്രംസ് ഒന്നും ക്രീമിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഒന്നിച്ചങ്ങ് കാണിക്കുക. ഫൈനൽ കോട്ടിനുള്ള ലാസ്റ്റ് ക്രീം നമ്മൾ വിപ്പിംഗ് ക്രീം, വൈറ്റ് കളറിലുള്ള വിപ്പിംഗ് ക്രീം നമ്മൾ ചേർത്ത് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇത് ഫുൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു കേക്കാണ്, ഫുൾ കവർ ചെയ്യുന്ന ഒരു കേക്കാണ്. അതിൻ്റെ ഒരു ഡിസൈന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതുപോലെയാണ് ചെയ്യുന്നത്. അതൊരു റൗണ്ട് കേക്കിൻ്റെ ഡിസൈനാണ് തന്നത്. അതുപോലെ തന്നെ സ്ക്വയർ കേക്ക് വേണമെന്നായിരുന്നു അവർ പറഞ്ഞത്. അപ്പം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ഫുള്ള് ഫില്ല് ചെയ്യുന്നുണ്ട്, ഫിനിഷ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാം. ഇനി ഞാനൊരു പാലറ്റ് നൈഫ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിൽ ഫുള്ളും ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇപ്പം ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ക്രീമിൽ വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ഗനാഷും കൂടെ ആഡ് ചെയ്തൊന്ന് ജസ്റ്റ് ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് ലൈൻസ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റിൻ്റെ ടോപ്പിങ്സും കൂടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സൈഡിലൊക്കെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് പിന്നെ ഹാപ്പി ബർത്ത്ഡേ മോളുടെ പേരും വെക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻസായിട്ട് അറിയിക്കുകയും വേണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക്. ഇനി നമുക്ക് ഇതിനകത്ത് മോളുടെ പേരും കൂടെ എഴുതി കൊടുക്കാം. സൈഡിൽ ഞാനൊരു പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ്, അല്ലെങ്കിൽ അതൊക്കെ അങ്ങ് പുറത്ത് പോവും. ഇപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. നമുക്കിനി പേരും കൂടി എഴുതി കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ ജിൻസി എന്നാണ് അത് എഴുതുന്നുണ്ട്. അങ്ങനെ ഇതും കൂടെ എഴുതിയിട്ട് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കേക്കിൻ്റെ ഡിസൈനാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യണേ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി അടുത്ത കേക്കിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.